യുവാവിന് ഇനി അവളെ വിട്ടുപോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി അവളാവട്ടെ വല്ലാതെ സന്തോഷിക്കുന്നുണ്ട്. അതിനുശേഷം തന്റെ മൊബൈലിൽ ഒരു കോൺട്രാക്ട് എഗ്രിമെന്റ് തയ്യാറാക്കി അവനോട് സൈൻ ഇടാൻ ആവശ്യപ്പെടുന്നു. അവളുടെ ഫാമിലിയിലാവട്ടെ സ്വത്ത് തർക്കങ്ങൾ നിലനിന്നിരുന്നു. അവളുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് അവളെ ഇതുപോലെ കൊല്ലാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതറിയാവുന്ന പെൺകുട്ടിയാവട്ടെ അവൾക്ക് ഒരു ബോഡി ഗാർഡിനെ നിയമിക്കണമെന്ന് കരുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അവസരം പരമാവധി മുതലെടുത്ത് യുവാവിനെ അവളുടെ ബോഡി ഗാർഡ് ആക്കാമെന്ന് അവൾ കരുതുന്നു. അവനെ കൊണ്ട് അവളെ കൃത്യമായി സംരക്ഷിക്കാൻ സാധിക്കുമെന്നും അവളുടെ ബോഡി ഗാർഡ് ആവാൻ ഏറ്റവും അനുയോജ്യനായത് അവൻ തന്നെയാണെന്നും അവൾക്കറിയാമായിരുന്നു. പക്ഷേ യുവാവട്ടെ ആദ്യം തന്നെ നിരസിക്കുന്നുണ്ടെങ്കിലും അവളുടെ ബോഡി ഗാർഡായി നിന്നാൽ മാത്രമേ ആ എഗ്രിമെന്റ് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ അവൻ അതിന് സമ്മതിക്കുന്നു. പെൺകുട്ടിക്ക് അറിയാമായിരുന്നു അവളെ കൊല്ലാനായി അയച്ചിരിക്കുന്ന കൊലയാളികളാവട്ടെ അവളുടെ മൂത്ത സഹോദരി അയച്ചിരിക്കുന്നതാണെന്ന്. അങ്ങനെ പെൺകുട്ടിയാവട്ടെ യുവാവിനെ കൊണ്ട് അവളുടെ കമ്പനിയിലേക്ക് പോയി അവളുടെ സഹോദരിയുടെ കരണം നോക്കി ഒരു അടി കൊടുത്തിട്ട് അവളുടെ സഹോദരിയെ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു എന്നുള്ളൊരു കുറിപ്പടി സഹോദരിയെ കാണിക്കുന്നുണ്ട്. അവളുടെ മൂത്ത സഹോദരിയാവട്ടെ അവരുടെ ബോഡി ഗാർഡ്സിനെ കൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങിയ പെൺകുട്ടിയെ ബലമായി പിടിച്ചു വെക്കാൻ ആവശ്യപ്പെടുന്നു. ഈ സമയത്ത് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന യുവാവിന്റെ അടുത്ത് അവരെ നേരിടാനായി പെൺകുട്ടി പറയുന്നുണ്ട്. പെൺകുട്ടിക്ക് അവന്റെ യഥാർത്ഥ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. അവളുടെ മൂത്ത സഹോദരിയായിട്ട് യുവാവിനെ പരിഹസിക്കുന്നുമുണ്ട്. തൽക്ഷണം യുവാവിനെ ആക്രമിക്കാനായി വന്ന ഒരു ബോഡി ഗാർഡ് ആവട്ടെ വെറും ഒരു ഫോട്ടോ ആയി മാറുന്നുണ്ട്. തൽക്ഷണം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഷോക്കാവുന്നു. പിന്നീട് യുവാവിനെ ഉപദ്രവിക്കാനായി വന്ന എല്ലാ ബോഡി ഗാർഡ്സിനെയും അവനൊരു ഫോട്ടോ ആക്കി മാറ്റുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ മാത്രമാണ് പെൺകുട്ടിയുടെ മൂത്ത സഹോദരിക്ക് യുവാവ് എത്രത്തോളം ശക്തിശാലിയാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. ഈ സമയത്ത് പെൺകുട്ടിയാവട്ടെ വളരെ അഹങ്കാരത്തോടെ തന്നെ സഹോദരിയോട് പറയുന്നുണ്ട് ഇനി മുതലെങ്കിലും യുവാവിന്റെ മുൻപിൽ നന്നായി ബഹുമാനത്തോടെ പെരുമാറണമെന്ന്. അങ്ങനെ പെൺകുട്ടിയുമായി യുവാവ് അവിടെ നിന്ന് പോകുന്ന സമയത്താവട്ടെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോകൾ അവൻ നിലത്തേക്ക് വീശുന്നുണ്ട്. ഈ സമയത്ത് ഫോട്ടോ ആയി മാറിയിരുന്ന ബോഡി ഗാർഡ്സ് ആവട്ടെ തൽക്ഷണ നേരം കൊണ്ട് തന്നെ അവരുടെ സ്വന്തം രൂപം പ്രാപിച്ച് താഴേക്ക് വീഴുന്നു. യുവാവ് എവിടെ നിന്നാണ് വന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷ പെൺകുട്ടിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനുമായി അവളുടെ മുത്തശ്ശിയെ കാണാൻ പെൺകുട്ടി പോകുന്നുണ്ട്. പക്ഷേ പെൺകുട്ടിയും യുവാവും അങ്ങോട്ടേക്ക് വരുന്നു എന്ന് അറിഞ്ഞ് മുത്തശ്ശിയാവട്ടെ ഉടനടി തന്നെ ഉറക്കം നടിച്ചു കിടക്കുന്നു. അവർ ഉറക്കം നടിച്ചു കിടക്കുകയാണെന്ന് മനസ്സിലാക്കിയ യുവാവട്ടെ അവരുടെ ദേഹത്തേക്ക് കണ്ണുകൾ കൊണ്ട് തന്നെ തീ വരുത്തുന്നുണ്ട്. ദേഹത്ത് ചൂട് അനുഭവപ്പെട്ടപ്പോൾ അവർ ഉടനടി തന്നെ പേടിച്ചെഴുന്നേറ്റ് കൈകൊണ്ട് തീ അണയ്ക്കുന്നുണ്ട്. പെൺകുട്ടിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു അവളുടെ കാഴ്ചപ്പാടിൽ ഒരുപാട് മേലെയായിരുന്നു യുവാവിന്റെ സ്ഥാനം എന്നുള്ളത്. ശരിക്കും യുവാവ് ഒരു ദൈവമാണെന്നറിഞ്ഞ പെൺകുട്ടിയാവട്ടെ ഞെട്ടിപ്പോകുന്നു.